ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹത്തെപ്പറ്റി പറയാൻ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ വ്യാഖ്യാനങ്ങളാവും ഉണ്ടാവുക. എന്നാൽ പരമമായ സ്നേഹം അത് സ്വന്തം ജീവൻ നൽകി സ്നേഹിക്കുന്നതാണ്. നമുക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയും ഈശോയെ പ്രതി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ രക്തസാക്ഷികൾ ഓരോരുത്തരും സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ വെടിഞ്ഞവരാണ്. സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ വെടിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം മക്കളുടെ ജീവൻ സമർപ്പിക്കുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ വേർപാട് അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ്. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന അബ്രഹാവും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയായിരുന്നു. അബ്രഹാത്തിന് ദൈവത്തോട് പ്രകടിപ്പിക്കാവുന്ന സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു തന്റെ പുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിലൂടെ അബ്രഹാം അന്ന് പ്രകടമാക്കിയത്. പിതാവായ ദൈവവും ലോകരക്ഷയ്ക്കായി തന്റെ പുത്രനെ നൽകി നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദൈവം ലോകത്തോട് കാണിച്ച മഹത്തായ സ്നേഹം വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്. തന്റെ പുത്രനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്തെങ്കിലും ഈ ലോകത്തിന് തരുവാനായി പിതാവായ ദൈവത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ പിതാവായ ദൈവം അതും ഈ ലോകത്തിന് തരുമായിരുന്നുവെന്ന്. പിതാവായ ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ദാനമായി നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹമെന്ന്. സ്നേഹമെന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ അഗാപ്പെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗാപ്പെ എന്നാൽ ദൈവിക സ്നേഹമാണ്. അത് സ്വാർത്ഥതയും സുഖേച്ഛയും ഇല്ലാത്ത സ്നേഹമാണ്. അഗാപ്പെ എന്നാൽ ക്ഷമയും കരുണയും നിറഞ്ഞ സ്നേഹഭാവമാണ്. ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് അഗാപ്പെ. വിശുദ്ധ ക്രിസ്റ്റോസോം പറയുന്നുണ്ട്, ദൈവം ഒരു വേലക്കാരനെയോ മാലാഖയെയോ മുഖ്യദൂതനെയോ അല്ല ഈ ഭൂമിയിലേക്ക് അയച്ചത്, മറിച്ച് തന്റെ പുത്രനെ തന്നെയാണെന്ന്. ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹമാണ് ദൈവമെന്ന് പ്രകടമാക്കിയതെന്ന്. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകുകയും തന്റെ പുത്രന്റെ കുരിശുമരണത്തിലൂടെ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി നമ്മെ രക്ഷിക്കുകയും ചെയ്ത ദൈവത്തെ നോക്കി ദൈവം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്കാവില്ല. ദൈവം നമ്മോട് പ്രകടിപ്പിച്ച ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കും കടമയുണ്ട്. വചനഭാഗത്ത് കാണുന്ന മറ്റൊരു ഭാഗമാണ് ലോകത്തെ സ്നേഹിച്ചു എന്നത്. ലോകം തിന്മകൾ നിറഞ്ഞതാണെങ്കിലും ലോകത്തിന് കുറവുകൾ ഉണ്ടെങ്കിലും ദൈവം ലോകത്തിന് വില നൽകുന്നുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ലോകത്തെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് വീഴാതെ ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഈശോ നൽകിയ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് ലോകത്തിൽ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ പക്കലെത്തിയ ഒരു വിശ്വാസി ഒരിക്കൽ മാർപ്പാപ്പയോട് ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധ പിതാവേ, ലോകം തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നു, ലോകം മാറിയിരിക്കുന്നു, വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നു, എല്ലാവരും നാശത്തിലേക്ക് പതിയുന്നു, ദൈവം ഈ ലോകത്തെ കൈവിട്ടുവെന്ന്. പരിശുദ്ധ പിതാവ് ആ വിശ്വാസിയോട് പറയുന്നുണ്ട്, മകനെ, ദൈവം ഒരിക്കലും നമ്മെ കൈവിട്ടിട്ടില്ല. നീ നന്നാവുക, നന്നായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ഞാനും പരിശ്രമിക്കാം, നമുക്കൊന്നിച്ച് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതാവട്ടെ പ്രതിവിധിയെന്ന്. പ്രിയമുള്ളവരെ, ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും വിശ്വാസത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോഴും ദൈവം ലോകത്തെയും നമ്മെയും സ്നേഹിക്കുന്നുണ്ട് എന്ന പ്രത്യാശയോടെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് തയ്യാറാകാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതിന് നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.